നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രതീക്ഷ നൽകുന്ന സുപ്രീം കോടതി വിധി അംഗീകരിക്കാൻ ഗവർണർ തയ്യാറാകണമെന്നായിരുന്നു CPM ജനറൽ സെക്രട്ടറി MA ബേബി പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി ആർലേക്കർ രംഗത്തു വന്നത്. വളരെ വ്യക്തവും ശക്തവുമായ ഭാഷയിൽ തന്നെയാണ് അദ്ദേഹം കാര്യങ്ങൾ കൃത്യമായി വിശദീകരിച്ചത്. ഇതിനെതിരെയാണ് CPM ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബി പ്രതികരണവുമായി എത്തിയിട്ടുള്ളത്. വിധിയുടെ അന്തസത്ത ഉൾക്കൊള്ളാനുള്ള തിരിച്ചറിവാണ് എല്ലാ ഗവർണർമാർക്കും ഉണ്ടാകേണ്ടത്. കേരള ഗവർണർ അത് ഉൾക്കൊള്ളുന്നില്ല എന്ന് മനസ്സിലാക്കുന്നു. സുപ്രീം കോടതി വിധി രാഷ്ട്രപതി അടക്കം എല്ലാവരും അംഗീകരിക്കേണ്ടതാണ്. ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന വിധിയാണിത് എന്നും MA ബേബി പറയുന്നു. ഭരണഘടനയെ വ്യാഖ്യാനിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. ഗവർണറുടെ ചുമതല എന്തെന്ന് പറയേണ്ട സാഹചര്യം ഉണ്ടാകരുത്. രാഷ്ട്രപതി ഒരു ബില്ലും പിടിച്ചുവെക്കാറില്ല എന്നും MA ബേബി പറയുന്നു. തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രപതിക്ക് ഇല്ലാത്ത അധികാരമാണോ ഗവർണർക്ക് എന്നും MA ബേബി ചോദിച്ചു. ഗവർണർക്ക് പുറമെ രാഷ്ട്രപതിക്കും ബില്ലുകൾക്ക് സമയപരിധി നിശ്ചയിച്ചിട്ട് സുപ്രീം കോടതി വിധിയെ തുടർന്നായിരുന്നു ഗവർണറുടെ പ്രതികരണം. രാഷ്ട്രപതിക്ക് വിടുന്ന ബില്ലുകളിൽ 3 മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവിൽ പറയുന്നത്. ബില്ലുകൾ പിടിച്ചുവെച്ചാൽ അതിന് വ്യക്തമായ കാരണം വേണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ ഉത്തരവിനെ വിമർശിച്ച് കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ രംഗത്തു വന്നിരുന്നു. സുപ്രീം കോടതി അധികാര പരിധി ലംഘിച്ചുവെന്ന കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പറഞ്ഞിരുന്നു. ഭരണഘടന മാറ്റമുള്ള അധികാരം പാർലമെന്റിന് മാത്രമാണ് എന്നും 2 ജഡ്ജിമാർക്കിരുന്ന് ഇത് മാറ്റിയെഴുതാനുള്ള അധികാരമല്ല എന്നും രാജേന്ദ്ര ആർലേക്കർ വിമർശിച്ചു. രാഷ്ട്രപതിക്കും സമ്പൂർണ്ണ വീറ്റോ അധികാരമില്ല എന്ന് സുപ്രീം കോടതി വിധി പറഞ്ഞിരുന്നു. ഗവർണർക്കെതിരായ തമിഴ്നാട് സർക്കാരിന്റെ ഹർജിയിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഉത്തരവിലാണ് രാഷ്ട്രപതിക്കും സമയപരിധി നിർദ്ദേശിച്ചത്. സുപ്രീം കോടതി വിധിക്കെതിരെ വിമർശനവുമായി കേരള ഗവർണർ രാജേന്ദ്ര ആർലേക്കർ രംഗത്ത് വന്നിരുന്നു. തമിഴ്നാട് ഗവർണർക്കെതിരെ വന്ന സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് കേരള ഗവർണറുടെ വിമർശനം. ഗവർണർമാരെ അതിരൂക്ഷമായി വിമർശിച്ചും ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിക്കുകയും ചെയ്ത സുപ്രീം കോടതി വിധിയെയാണ് ആർലേക്കർ വിമർശിച്ചത്. സുപ്രീം കോടതിയുടെ വിധി പരിധി ലംഘിക്കുന്നതാണ് എന്നും ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് പാർലമെന്റ് ആണെന്നും ഗവർണർ പറയുന്നു. ഹിന്ദുസ്ഥാൻ ടൈംസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിലായിരുന്നു സുപ്രീം കോടതിക്കെതിരെ ആർലേക്കറുടെ പരാമർശം. ഗുരുതരമായ ആരോപണമാണ് ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന സംസ്ഥാന ഗവർണർ സുപ്രീം കോടതിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് JB പർദിവാല, ജസ്റ്റിസ് R മഹാദേവൻ എന്നിവരടങ്ങിയ 2-അംഗ ബെഞ്ചാണ് തമിഴ്നാട് ഗവർണറുമായി ബന്ധപ്പെട്ട കേസിൽ വിധി പറഞ്ഞത്. എന്നാൽ 2 ജഡ്ജിമാരുള്ള ബെഞ്ചിന് എങ്ങനെയാണ് ഇത്തരത്തിലൊരു വിധി നൽകാൻ സാധിക്കുക എന്നാണ് ഗവർണറുടെ ചോദ്യം. ഭരണഘടനയിൽ സമയപരിധി നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ 2 ജഡ്ജിമാർ ഇരുന്ന് സമയപരിധി എങ്ങനെ ഉണ്ടാകും? അങ്ങനെയാണെങ്കിൽ പാർലമെന്റ് ആവശ്യമില്ലല്ലോ എന്നും ഗവർണർ ചോദിച്ചു. 3-2 ഭൂരിപക്ഷത്തോടെ പാർലമെന്റിന്റെ 2 സഭകളും ഭരണഘടന മാറ്റാൻ വേണ്ടി തീരുമാനിക്കുകയാണ് വേണ്ടത്. അതിനു പകരം ആ അധികാരം കൂടി കോടതി എടുക്കുന്നത് ശരിയല്ല എന്ന് ഗവർണർ അഭിമുഖത്തിൽ പറയുന്നു. ജുഡീഷ്യറിയുടെയും അതിരുകടന്ന ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത് എന്നും കോടതികളിലായി വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന നിരവധി കേസുകളുണ്ട്. അതിന് ജഡ്ജിമാർക്ക് പറയാൻ കാരണങ്ങളും ഉണ്ടാകും. അതുപോലെ തന്നെയാണ് ഗവർണർമാർ ബില്ലിൽ തീരുമാനമെടുക്കാൻ വൈകുന്നതിലും കാരണം ഉണ്ടാകും. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. സുപ്രീം കോടതി ഭരണഘടനയിൽ ഭേദഗതി കൊണ്ടുവരികയാണ്. പിന്നെ എന്തിനാണ് നിയമസഭയും പാർലമെന്റുമെല്ലാം? ഭരണഘടനാ ഭേദഗതി പാർലമെന്റിന്റെ അധികാര പരിധിയിൽ വരുന്ന കാര്യമാണ്, അല്ലാതെ 2 ജഡ്ജിമാർ ഇരുന്ന് തീരുമാനിക്കേണ്ടതല്ല. ഇത് ജുഡീഷ്യറിയുടെ അതിരുകടന്ന ഇടപെടലാണെന്നും ഗവർണർ വിമർശിച്ചിരുന്നു. തമിഴ്നാടിന്റെ ഹർജി ഭരണഘടനാ ബെഞ്ചിനെ വിടണമായിരുന്നു. അവിടെ വിശദമായി ഇക്കാര്യം പരിശോധിക്കപ്പെടണമായിരുന്നു. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ ഒരു സമയപരിധി വേണമെന്ന് ജനങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ പാർലമെന്റിലൂടെ ജനങ്ങൾ അത് തീരുമാനിക്കട്ടെ എന്നും ഗവർണർ പറഞ്ഞിരുന്നു. ഹിന്ദുസ്ഥാൻ ടൈംസ് നൽകിയ അഭിമുഖത്തിലാണ് ഗവർണറുടെ രൂക്ഷ വിമർശനം. സുപ്രീം കോടതിയുടെ വിധി കേരളത്തിലെ സാഹചര്യത്തിൽ വ്യത്യസ്തമാണ്. തമിഴ്നാട് ഗവർണറുമായി ബന്ധപ്പെട്ട വിഷയം കേട്ട ബെഞ്ച് ഇത് മറ്റൊരു ഭരണഘടനാ ബെഞ്ചിലേക്ക് മാറ്റുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. സുപ്രീം കോടതിയുടേത് അതിരുകടന്ന പ്രവർത്തനമാണ് എന്നും ഇത്തരത്തിൽ ചെയ്യാൻ പാടില്ലായിരുന്നുവെന്നും ഗവർണർ പറഞ്ഞു. സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ തന്നെ ചരിത്രപരമായ നീക്കവുമായി തമിഴ്നാട് സർക്കാരും രംഗത്ത് വന്നു. ഗവർണറുടെ അനുമതിയില്ലാതെ ബില്ലുകൾ നിയമമാക്കി. ഇതാദ്യമായാണ് ഗവർണറുടെയോ രാഷ്ട്രപതിയുടെയോ ഒപ്പില്ലാതെ ബില്ലുകൾ നിയമമാക്കുന്നത്. ഗവർണർ RN രവി തടഞ്ഞുവെച്ച 10 ബില്ലുകളാണ് ഇപ്പോൾ നിയമമായി മാറിയിരിക്കുന്നത്. സുപ്രീം കോടതി വിധി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത് വരെ തമിഴ്നാട് സർക്കാർ കാത്തിരുന്നു. ഇന്നലെ പുലർച്ചെയോടുകൂടി വിധി അപ്ലോഡ് ചെയ്തതും തൊട്ടു പിന്നാലെ തന്നെ അസാധാരണ ഗസറ്റ് വിജ്ഞാപനത്തിലൂടെ ബില്ലുകളെല്ലാം തന്നെ നിയമമായി എന്ന അറിയിപ്പാണ് ഉണ്ടായിരിക്കുന്നത്. ഗവർണറുടെയോ രാഷ്ട്രപതിയുടെയോ ഒപ്പില്ലാതെ ഇത്തരത്തിൽ ബില്ലുകൾ നിയമമാക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. കേരള ഗവർണറുടെ ഇപ്പോ കേട്ടതായ ഈ പ്രതികരണം സുപ്രീം കോടതിയുടെ വിധിയുടെ സ്പിരിറ്റ് ഉൾക്കൊള്ളുന്നതല്ല. സുപ്രീം കോടതിയുടെ വിധി പ്രധാനമന്ത്രി മുതൽ രാഷ്ട്രപതി മുതൽ സകലർക്കും ബാധകമാണ്.